ഫോർത്തൂസിൻ്റെ ഈ സെഷനിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ നാല് പേരുടെയും പേരിലുള്ള സ്വാഗതം ആദ്യമേ അറിയിക്കട്ടെ. നമുക്ക് സമയം വളരെ കുറച്ച് മാത്രമുള്ളത് കൊണ്ട് നേരെ ചർച്ചയിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. നോവലുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ടെറി ഈഗിൾട്ടൺ നടത്തിയൊരു പ്രസ്താവമുണ്ട്. ദ നോവൽ ഈസ് ദ സൈൻ ഓഫ് അവർ ഫ്രീഡം. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാണ് നോവൽ എന്ന്. അതേപോലെ കഥയെ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാക്കി മാറ്റിയ 3 കഥാകൃത്തുക്കളെയാണ് നമ്മളിന്ന് ഇവിടെ അഭിമുഖീകരിക്കുന്നത്. ഇവരിൽ ആരെയാണ് പെൺകഥകളുടെ കർത്താവ് എന്ന് വിശേഷിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ വിഷയങ്ങളും ഇവരുടെ എഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ പറഞ്ഞു വരുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മുടെ ചർച്ച ആരംഭിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രണയം, രതി, വിഷാദം, ഇതൊക്കെയാണ് പൊതുവെ പെൺകഥകളുടെ മുഖമുദ്രയായി പരാമർശിച്ചു വരുന്നത്. എന്നാൽ അതുമാത്രമല്ല പെൺകഥകളുടെ വിഷയം എന്ന് നമുക്കറിയാം. ജനാധിപത്യത്തെ നിർവചിക്കുന്നത് പോലെ തന്നെ പെൺകഥയെ നമുക്ക് പെണ്ണെഴുതുന്ന, പെണ്ണിൻ്റെ വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന, പെണ്ണിനു വേണ്ടിയുള്ള എഴുത്ത് എന്ന് പറയുവാനാവില്ല. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇവർക്ക് ഈ പുരുഷാധിപത്യ സമൂഹത്തിൽ തങ്ങൾ നേരിട്ട, ഇല്ലെങ്കിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതെങ്ങനെ ആവിഷ്കരിച്ചു, അല്ലെങ്കിൽ അതിൻ്റെയോടുള്ള അവരുടെ കാലം മാറിയതിനനുസരിച്ചുള്ള അവരുടെ സമീപനത്തിൽ വന്ന മാറ്റം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച ആരംഭിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ സെഷനിലെ ഏറ്റവും സീനിയറായ എഴുത്തുകാരി എന്ന നിലയിൽ സിതാരയിൽ നിന്ന് നമുക്ക് ചർച്ച ആരംഭിക്കാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോഴെന്താണ് പെൺകഥകളുടെ പുതിയ ആവിഷ്കാര വിഷയങ്ങൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കാഴ്ചപ്പാടിൽ വന്ന മാറ്റത്തെ ഒന്ന് പരാമർശിക്കുവാൻ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർക്ക് സ്നേഹം, നമസ്കാരം. പെൺകഥകളിലെ തൻ്റെ ഇടം എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഞാൻ വല്ലപ്പോഴുമൊക്കെ കഥകൾ എഴുതുന്ന ഒരാളാണ്. എങ്കിലും എഴുതുന്ന കഥകളിൽ സ്ത്രീപക്ഷമായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കാറുണ്ട്. സ്ത്രീപക്ഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മനുഷ്യപക്ഷം കൂടിയാണ്. സ്ത്രീപക്ഷത്ത് നിന്ന് എഴുതുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്ത്രീകളെ എല്ലായ്പ്പോഴും ന്യായീകരിച്ചുകൊണ്ടും വെള്ളം തേച്ചുകൊണ്ടും അങ്ങനെ ആ ഒരു രീതിയിൽ എഴുതുക എന്നുള്ളതല്ല. സ്ത്രീപക്ഷത്ത് നിന്ന് എഴുതുക, സ്ത്രീ കടന്നു പോകുന്ന മാനസിക വ്യാപാരങ്ങൾ, അവളുടെ സാഹചര്യങ്ങൾ. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് കൂടിയാവാം അത്തരത്തിലുള്ള പരിസ്ഥിതികളും ഒക്കെയാണ് എനിക്ക് കൂടുതൽ പരിചയം എന്നുള്ളത് കൊണ്ട് ആ രീതിയിലുള്ള കാഴ്ചപ്പാടുകളും അന്തരീക്ഷങ്ങളും എൻ്റെ കഥകളിൽ കൂടുതലായി കടന്നു വരാറുണ്ട്. അതോടൊപ്പം തന്നെ അത് സ്വാഭാവികമായി കടന്നു വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കഥകളിലൂടെ പറയാൻ എല്ലായ്പ്പോഴും ശ്രമിക്കാറുണ്ട്. ഞാൻ എഴുതി തുടങ്ങിയ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു സീരിയസ് ആയി എഴുതി തുടങ്ങിയത് ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുൻപാണ്. 30 വർഷങ്ങൾക്ക് മുൻപ് എഴുതി തുടങ്ങിയ ആ ഒരു സമയത്ത് ഉള്ളതിനേക്കാൾ വലിയൊരു വ്യത്യാസം ഇന്നത്തെ പെൺരചനകളിൽ അവയെ സ്വീകരിക്കുന്ന വിധങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എഴുതി തുടങ്ങിയ ഒരു സമയത്ത് ഞാനൊരു സാധാരണ പെൺകുട്ടിയായിരുന്നു. എൻ്റെ വീട്ടിൽ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വായനയും എഴുത്തിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയും എനിക്കുണ്ടായിരുന്നു.
എങ്കിൽ പോലും ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ പല രീതിയിലുള്ള അടിച്ചമർത്തലുകൾ വീട്ടിലായാലും സമൂഹത്തിലായാലും പഠിക്കുന്ന സ്ഥലങ്ങളായാലും നമ്മൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിലായാലും ഒക്കെ എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ എന്നെ ഒരു റിബലാക്കി മാറ്റിയിട്ടുണ്ട് വ്യക്തി ജീവിതത്തിൽ. പക്ഷേ അതിനെ തുറന്ന് എതിർക്കാനുള്ള ഒരു ധൈര്യം അന്ന് എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടി എനിക്ക് ധൈര്യം വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു ചെറിയ പെൺകുട്ടിക്ക് തനിക്ക് നേരെ ഉണ്ടാകുന്ന ആ ഒരു അടിച്ചമർത്തലുകൾ അല്ലെങ്കിൽ അന്യായങ്ങൾ, അതിന് നേരെ ഒരു ശബ്ദമുയർത്തുക എന്നുള്ളത് ഒരു അസാധ്യമായ ഒരു സംഭവമായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടാവാൻ ഞാൻ എഴുത്തിലേക്ക് തിരിഞ്ഞതും എഴുത്തിലൂടെ എൻ്റെ റെസ്പോൺസസ് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ ശ്രമിച്ചു തുടങ്ങിയതും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്ന നിലയിലുള്ള എൻ്റെ അനുഭവങ്ങൾ എൻ്റെ എഴുത്തിലും അതുകൊണ്ട് തന്നെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരും എന്നോട് എഴുതി തുടങ്ങിയ സമയം ഇപ്പോഴും ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, സിത്താര വളരെ ബോൾഡായിട്ടുള്ള ഒരു റൈറ്ററാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ രീതിയിലുള്ള റെസ്പോൺസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയും, സിത്താര എന്ന എഴുത്തുകാരി വളരെ ബോൾഡാണ്. പക്ഷേ ആ ഒരു ബോൾഡ്നെസ് എൻ്റെ ജീവിതത്തിൽ എനിക്കില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ആ ജീവിതത്തിൽ ഇല്ലാതെ പോയ ആ ഒരു തൻ്റെ ഇടം ഒരുപക്ഷെ എഴുത്തിൽ കൂടി വീണ്ടെടുക്കാനാണ് വ്യക്തിപരമായി ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള എല്ലാ അതിക്രമങ്ങളെ പറ്റി പറയുമ്പോഴും അവിടെ നിന്ന് എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യാശയിലേക്ക് കാലെടുത്ത് വെക്കുന്ന, അല്ലെങ്കിൽ ഒരു ചെറുവിരൽ കൊണ്ടെങ്കിലും അതിനെ എതിർക്കുന്ന ഒരു സ്ത്രീയെ എഴുതാനാണ് ഓരോ കഥയിലും ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ അതങ്ങനെ ആവില്ലായിരിക്കാം. അടിച്ചമർത്തപ്പെടുന്ന എല്ലാ പെൺകുട്ടികൾക്കും അതുപോലെ നിവർന്നു നിൽക്കാനോ പ്രതികരിക്കാനോ സാധിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ കഥകളിലുള്ള പെൺകുട്ടികളെങ്കിലും തനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഇത്തരം അട്രോസിറ്റീസിന് നേരെ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ, അതൊരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു കൈകടത്തൽ എഴുത്തുകാരി എന്നുള്ള നിലയിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ എഴുതിയത് കൊണ്ടാവാം ആ ഒരു തൻ്റെടിയായ എഴുത്തുകാരി എന്നുള്ള ഒരു ലേബൽ എനിക്ക് ചാർത്തി തരപ്പെട്ടത്. ആ ഒരു തൻ്റെ ഇടം ഒരുപക്ഷെ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ അക്ഷരങ്ങളിലൂടെ പറയുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ എഴുതി തുടങ്ങിയ സമയത്ത് ഉള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് നിരവധി പെൺകുട്ടികൾ വളരെ തുറന്ന് അവർക്ക് പറയാനുള്ളത് പറയുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പലതും വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അഗ്നി എന്നൊരു കഥ എഴുതുകയുണ്ട്. അതിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയെ പറ്റി എഴുതിയതിന് അന്ന് സോഷ്യൽ മീഡിയ ഇല്ല എങ്കിൽ പോലും എനിക്ക് ഒരുപാട് ബലാത്സംഗ ഭീഷണികൾ വരെ വന്നിട്ടുണ്ട്. അന്നത്തെ ആൺകൂട്ടം എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അപ്പം അന്ന് അത്തരത്തിലുള്ള ഒരു ഇന്നും അങ്ങനെയുള്ള ആക്രമണങ്ങൾ സ്ത്രീ എഴുത്തുകാർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. എങ്കിൽ പോലും അതിനെയൊക്കെ തിരിഞ്ഞു നിന്ന് ചെറുക്കുന്ന ഒരു കരുത്ത് ഇന്നത്തെ എഴുത്തുകാരികളിലേക്ക്, പ്രത്യേകിച്ച് പുതിയ കുട്ടികളിലേക്ക് അവർക്ക് ഭയം കുറവാണ്. അവർ അതിനെ വളരെ നല്ല രീതിയിൽ നേരിടുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വ്യത്യാസം ഇന്ന് പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ എഴുത്തിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ വളരെ നല്ല രീതിയിൽ അവർക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളെ നേരിടുകയും അതിനെ മറികടക്കുകയും അവർക്ക് എഴുത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങളെ മറികടക്കുകയും, തീർച്ചയായിട്ടും ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, അത് കൂടി വരുന്നുണ്ട്. അവർക്ക് നേരെയുള്ള ആക്രമണങ്ങളും അവരെ അടിച്ചമർത്തലുകളും സോഷ്യൽ മീഡിയയിലായാലും നിരന്തരമായ ഓഡിറ്റിങ്ങുകളും സ്ലട്ട് ഷെയ്മിങ്ങും ഒക്കെ ഒരു വശത്ത് വളരെ കൂടി വരുന്നുണ്ട്. എങ്കിൽ പോലും അതിനെയൊക്കെ തിരിച്ചു നിന്ന് എതിർക്കാനുള്ള ഒരു തൻ്റെ ഇടം ഇന്നത്തെ പെൺകുട്ടികൾക്ക്, ഇന്നത്തെ പെൺ എഴുത്തുകാരികൾക്ക് ഉണ്ടായി വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സിതാരയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെയാണ്, അതൊരു പ്രസ്താവത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് അടുത്ത ലതാലക്ഷ്മിയോട് സംസാരത്തെ കേൾക്കേണ്ടത്. അതായത് സിതാര പറഞ്ഞത് ഇതാണ്: ജീവിതത്തിൽ ഞാൻ ബോൾഡ് അല്ലായിരുന്നു, എഴുത്തിൽ ഞാൻ ബോൾഡായിരുന്നു. എന്നാൽ ലതാലക്ഷ്മി ജീവിതത്തിൽ ബോൾഡും എഴുത്തിൽ കാൽപ്പനികത വെച്ച് പുലർത്തുന്ന ഒരാളുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് ലതാലക്ഷ്മിയുടെ ഒരു നിരീക്ഷണം നോക്കാം. എഴുത്തിൽ കാൽപ്പനികത എന്ന് സാർ പറഞ്ഞു. വിഷയ കേന്ദ്രീകൃതമാണ് പലപ്പോഴും ഭാഷ, നമ്മളറിയാതെ സംഭവിക്കുന്ന. ഞാൻ എഴുതാൻ തുടങ്ങിയത് 12 വയസ്സ് ഉള്ള സമയത്താണ്. കോൺവെൻറ്റ് എഡ്യൂക്കേഷൻ കാലത്താണ് എഴുത്ത് എന്ന് പറയുന്നത്. എഴുത്ത് കുറച്ച് പാരമ്പര്യമായി കിട്ടിയ കാര്യവുമാണ്. പക്ഷെ സമൂഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം
വ്യത്യസ്തമായ, സാറ് പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായ കഥകളുണ്ടായത്. എൻ്റെ എഴുത്തിൽ നമുക്ക് അങ്ങനെ കാൽപ്പനികത എന്ന് പറയുന്ന ഒരു സംഗതിയിൽ കെട്ടിയിടാൻ കഴിയുമോ എന്നുള്ളത് ഗഹനമായ കൃതികളിലൂടെ ഗഹനമായി സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാവുമായിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അല്ലാതെ നമ്മൾ ഒരാളുടെ കഥ കാൽപ്പനികമാണ് എന്ന് അങ്ങനെ, ഇപ്പം തന്നെ ഇതിൻ്റെ ടൈറ്റിൽ നോക്കുക, പെൺകഥയുടെ തൻ്റെ ഇടം. പെൺകഥ, ഈ കഥയ്ക്ക് ജെൻഡറുണ്ടോ? കഥയ്ക്ക് ജെൻഡറുണ്ടോ? ആൺകഥ, പെൺകഥ അങ്ങനെയൊക്കെ ഉണ്ടോ? കഥ ഒന്നേ ഉള്ളൂ. കഥ പറയാൻ വേണ്ടിയും കേൾക്കാൻ വേണ്ടിയും ഉള്ളതാണ്. അത് സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. സമൂഹം നമുക്ക് തരുന്നതാണ്. കഥ എഴുത്തുകാരനോ കഥ എഴുത്തുകാരിക്കോ അവകാശവാദങ്ങളില്ല. കാരണം സമൂഹത്തിൻ്റെ ഉച്ഛിഷ്ടത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് കഥ, കവിത, കല പൊതുവേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ആൺകഥ പെൺകഥ അതിൽ തൻ്റെ ഇടം എന്നൊക്കെ പറയാൻ കഴിയുക? കഥ എഴുതിയ ശേഷം തൻ്റെടിയായ ഒരാളല്ല ഞാൻ തൻ്റെടിയായാണ് വളർന്നത്. അങ്ങനെയാണ് സാഹചര്യം വളർത്തിയതും. എഴുത്തിലെ കാൽപ്പനികത എന്ന് പറയുന്നതിൽ ഉള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ കഥകളെ വളരെ ഗൗരവമായി നമ്മൾ എഴുതുന്നു എന്നും പറയാൻ പറ്റില്ല, ഗൗരവമില്ലാതെ എഴുതുന്നു എന്നും പറയാൻ പറ്റില്ല. കാരണം കഥ സംഭവിക്കുന്നതാണ്. നമ്മുടെ മനസ്സിലൊരു വിഷയം രൂപപ്പെടുകയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇപ്പം തന്നെ മുന്നിൽ ഇരിക്കുന്ന കസേരകൾ കാലിയായിരിക്കുന്നു. സ്ത്രീകൾക്ക് വേണമെങ്കിൽ മുന്നിലേക്ക് വന്നിരിക്കാം. സ്ത്രീകൾ അങ്ങനെ വന്നിരിക്കാത്ത ഈ 2025-ലും എൻ്റെ കഥകൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, സ്ത്രീകളുടെ വികാരങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഒരു രതിപൂരണമല്ല, അല്ലെങ്കിൽ വെറുതെ നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ ഒരു കാമപൂരിതമായ കാര്യങ്ങളല്ല കഥകളിൽ പറയേണ്ടത്. കൽപ്പന എന്ന് പറയുന്നത് ഭാവന എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഭാവനയ്ക്ക് ഭാഷ ആവശ്യമാണ്, അതിന് വാക്ക് ആവശ്യമാണ്. വാക്ക് എല്ലാ തരത്തിലുമുള്ള കാൽപ്പനികതയുടെ സ്വഭാവത്തെ വഹിക്കുന്നതുമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സംപ്രേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പ്രക്ഷേപണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരൻ, എഴുത്തുകാരി അല്ലെങ്കിൽ അറിയാതെ സംഭവിക്കുന്ന ഭാഷയ്ക്ക് ചില സൗന്ദര്യം ഉണ്ടാവും. ആ സൗന്ദര്യം ആ കഥ അവകാശപ്പെടുന്ന ഭാഷയാണ്. പലപ്പോഴും ഒരു വിഷയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അതിൻ്റേതായ ഭാഷ നമ്മളറിയാതെ രൂപപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ 20 വർഷത്തെ എൻ്റെ പുസ്തകം ആദ്യമായി വരുന്നത് 2005-6 5-ലാണ്. 20 വർഷമായി കഥ എഴുതുന്നു. മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ വന്ന മാധവിയുടെ മനോരാജ്യം എന്ന് പറയുന്ന കഴിഞ്ഞ ആഴ്ച മുതൽ പ്രസിദ്ധീകരിച്ച ആ കഥയ്ക്ക് കിട്ടിയ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ പ്രതികരണമായിരുന്നു. അതുവരെ ഞാൻ എൻ്റെ വായനക്കാരിൽ നിന്ന് കിട്ടാത്ത റെസ്പോൺസാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. അത് കാൽപ്പനികമാണോ എന്ന് ചോദിച്ചാലല്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, സ്ത്രീ എഴുതുമ്പോൾ അത് കാൽപ്പനികതയാണ് എന്ന് പറയുന്നതിൻ്റെ പ്രശ്നമാണത്. അവിടെ നമ്മൾ ഈ മാധവക്കുട്ടിയുടെ ജിന്ന് നമ്മളെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിയായ കാര്യമല്ല. കാരണം സ്ത്രീ എഴുതുന്നതെല്ലാം കാൽപ്പനികമാണെന്നും റൊമാൻറ്റിക് ആണെന്നും പ്രണയവും രതിയും അതിൻ്റെ നൈരാശ്യങ്ങളും വിവശതയും വൈഷമ്യങ്ങളും മാത്രമാണ് ഒരു സ്ത്രീക്ക് കഥയിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തെറ്റായ ധാരണയിൽ നിന്നാണ് അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പെൺകഥയുടെ തൻ്റെ ഇടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കഥയിലെ തൻ്റെ ഇടം എന്നേ നമ്മൾ പറയൂ. ഇപ്പോഴാ തൻ്റെ ഇടം കഥയിൽ ആവിഷ്കരിക്കാൻ കഴിയുക എന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. പക്ഷേ അത്തരം തൻ്റെ ഇടം പെണ്ണിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പ്രകൃതിയുടെ കാര്യത്തിലായാലും മറ്റ് പുരുഷന്റെ ജീവിതത്തെ, ജാതി, രാഷ്ട്രീയം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും, എന്തിനേറെ കാഴ്ചപരിമിതിയുള്ളവരുടെ ജീവിതത്തെ വരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഷാഹിനയുടെ എഴുത്ത് പുരോഗമിക്കുന്നത്. ഏറ്റവും പുതിയ കഥകളി വരെ ഈ കാഴ്ചപരിമിതി വരെ അത് വിഷയമായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ ലോകത്തെ അത് സ്ത്രീയിലൂടെ ആയിരിക്കാം, സ്ത്രീയുടെ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കാം ആവിഷ്കരിക്കുന്ന ഷാഹിനയ്ക്ക് ഈ തൻ്റെ ഇടം എന്ന ആ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണാൻ കഴിയുന്നു എന്നുള്ളത് ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ഒരു കൂടിയിരിപ്പിൻ്റെ സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നമുക്ക് വളരെ പരിമിതമായ സമയമാണുള്ളത്. സിതാരയും ലതാലക്ഷ്മിയും
പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച പോലെ തന്നെയാണ് എനിക്ക് പറയാൻ സാധിക്കുക. ഒന്നാമത്, നേരത്തെ ലതാലക്ഷ്മി പറഞ്ഞതുപോലെ ഏത് സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോഴും സ്ത്രീകൾക്ക് കിട്ടുന്ന ചില വിഷയങ്ങളുണ്ട്. പെണ്ണെഴുത്തിൻ്റെ തൻ്റെ ഇടമാണ് ഈ സെഷൻ്റെ വിഷയം. പെണ്ണെഴുത്തിൻ്റെ സ്വാതന്ത്ര്യം, പെണ്ണെഴുത്തിൻ്റെ ഇടങ്ങൾ. എഴുത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സരസ്വതി അമ്മയുടെ അല്ലെങ്കിൽ ലളിതാംബിക അന്തർജനത്തിൻ്റെയൊക്കെ കാലത്ത് വീട്ടകങ്ങളിലെ ബന്ധങ്ങളിലേക്ക് സംഘർഷങ്ങളായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. കഥ ശൂന്യതയിൽ നിന്നുണ്ടാവുന്നതല്ല, കഥ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ്. അന്നത്തെ ചുറ്റുപാടിൻ്റെ കഥകളായിരുന്നു അത്. ഇന്നും സ്ത്രീകൾക്ക് രാഷ്ട്രീയമില്ലേ, അല്ലെങ്കിൽ പരിസ്ഥിതിയോ ലോകത്ത് സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളോ സ്ത്രീകളെ സ്വാധീനിക്കുന്നില്ലേ? പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു വിഷയമാണ്. വിഷാദം, ഏകാന്തത, പ്രണയം, രതി, ശരീരമെഴുത്ത്, ഇതൊക്കെ മാത്രം ആണോ സ്ത്രീകൾ എഴുതുന്ന വിഷയങ്ങൾ? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന സമയത്ത് ആ പുസ്തകത്തിനകത്ത് സ്ത്രീപക്ഷം എന്ന് പറയാവുന്ന ഒരൊറ്റ കഥയാണ് സത്യത്തിലുള്ളത്. അത് പ്രകാശനം ചെയ്യുന്ന സമയത്ത് നടന്ന പ്രസംഗങ്ങളിൽ പുരുഷന്മാരായിരുന്നു പ്രസംഗിച്ചിരുന്നത് മൊത്തം. പെണ്ണെഴുത്ത്, ശരീരമെഴുത്ത്, ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സത്യത്തിൽ ഒരൊറ്റ കഥ മാത്രമാണ് സ്ത്രീപക്ഷമായിട്ട് അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ അത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ചിന്തയാണ്. സ്ത്രീകൾ എഴുതുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും, സ്ത്രീകൾക്ക് എഴുതാനായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും സംസാരിക്കേണ്ടത്. എഴുത്ത് എന്ന് പറയുന്നത് സ്വത്വത്തെ ആവിഷ്കരിക്കുന്ന ഒരു കലയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനൊപ്പം തന്നെ അത് നമ്മുടെ സാമൂഹ്യ നിലപാട് കൂടെ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഥകളിലൂടെ നമുക്കത് വളരെ വ്യക്തമായിട്ട് സാധിക്കും. ഇപ്പോൾ സാറിവിടെ പുരുഷാധിപത്യ സമൂഹം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഞാനതിന് ആധിപത്യ സമൂഹം എന്ന് മാറ്റി പറയുകയാണ്. ഏത് ബന്ധങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, അത് വീട്ടകങ്ങളിലാണെങ്കിലും ഏതുതരം ബന്ധങ്ങളും, രാഷ്ട്രീയത്തിലാണെങ്കിലും എവിടെയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആധിപത്യമുള്ളതും അതില്ലാത്തതുമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങൾക്കിടയിലെ സംഘർഷമാണ്. അത് എല്ലാ ബന്ധങ്ങളിലുമുണ്ട്. സ്വാഭാവികമാണത്. സ്ത്രീകളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നമുക്ക് തരുന്നതാണ് കഥ എന്ന് പറയുന്നത്. ഇപ്പം സ്ത്രീ എന്ന നിലയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എഴുതുന്ന കഥകളിൽ ചില കഥാപാത്രങ്ങളിൽ സ്ത്രീയായി ഞാൻ സന്നിവേശിക്കാറുണ്ട് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ, കഥ എഴുതുന്ന ആൾക്ക് വഴക്കം വേണം. അയാൾ എല്ലാ സമയത്തും സ്ത്രീയായിരിക്കേണ്ടതല്ല. അയാൾക്ക് ഏത് രൂപാന്തരത്തിനും സാധ്യമാകേണ്ട ഒരു വഴക്കം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാ സമയത്തും സ്ത്രീയായി തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പുതിയ കാലത്തെ എൻ്റെ എഴുത്തിനെ കുറിച്ച് എനിക്ക് പറയാം. പരിസ്ഥിതി, രാഷ്ട്രീയം, ജാതി, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാലും ഇത് മുഴുവൻ പെണ്ണെഴുത്ത് എന്നൊരൊറ്റ സംജ്ഞയിൽ ഒതുക്കിക്കളയുക എന്ന് പറയുന്ന ഈ ഒരു മനോഗതി, അത് ആരുടെ ചിന്തയാണ് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വേദിയിലിരിക്കുമ്പോൾ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൻ്റെ ഒരു തുടർച്ച പോലെ നമുക്ക് പറയാൻ കഴിയും. ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകൾ, സരസ്വതി അമ്മയുടെ കഥകൾ, അങ്ങനെ വന്ന ബഷീറിൻ്റെ കഥകൾ, വടുതലയുടെ കഥകൾ, പട്ടത്തുപിള്ളയുടെ കഥകൾ, എം സുകുമാരൻ്റെ കഥകൾ, ഈ കഥകളെല്ലാം അതത് കാലത്തെ അടയാളപ്പെടുത്താനായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ജീവിക്കുന്ന കാലത്തെ സ്വാഭാവികമായി ഞാനും എൻ്റെ എഴുത്തിലൂടെ അടയാളപ്പെടുത്തുന്നുണ്ടാവും. അത് അബോധതലത്തിൽ സംഭവിക്കുന്നത് കൂടിയാണ്. ഇങ്ങനെ തന്നെ എഴുതി കളയാം, അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് കളയാം എന്ന ചിന്തയിൽ നിന്നല്ല അതുണ്ടാകുന്നത്, മറിച്ച് അത് അബോധമായി സംഭവിക്കുന്നതാണ്. ഇവിടെ സൂചിപ്പിക്കാനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യനായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സമ്മോഹനമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു വ്യവസ്ഥ ഇതിങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നൊരു വ്യവസ്ഥയിലേക്കാണ് നമ്മളെല്ലാം ജനിച്ചു വീഴുന്നത്. അപ്പോൾ ആ വ്യവസ്ഥയ്ക്കുള്ളിൽ നമുക്ക് സന്തോഷമായിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിവിലേജ്ഡ് ആണെന്ന് ഞാൻ പറയും. ആനുകൂല്യങ്ങളില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു വ്യവസ്ഥയിൽ അത്രയധികം സന്തോഷിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഒരുപാട് പഴയ മൂല്യങ്ങൾ, ഒരു തരത്തിലും നമുക്ക് ചേർന്ന് പോകാൻ സാധിക്കാത്ത ഒരുപാട് ആശയങ്ങൾ, ഇതിനൊക്കെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാനിവിടെ സന്തുഷ്ടനായിരിക്കും. ഞാൻ അസ്വാസ്ഥ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ചുറ്റുപാടിൽ, ഈ കാലത്തിൽ ഞാൻ അസ്വാസ്ഥ്യപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഏറ്റവും പരമമായിട്ടുള്ള സന്തോഷം എന്ന് പറയാവുന്ന സ്വാതന്ത്ര്യം, അതിനെന്തോ ഒരു അനക്കം അവിടെ സംഭവിക്കുന്നു എന്നുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ 15 മിനിറ്റിലും ഒരു സ്ത്രീ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കപ്പെടുന്ന, അത് വീട്ടകങ്ങളിലാവാം പുറത്താവാം, കണക്ക് പ്രകാരം ഓരോ 15 മിനിറ്റിലും ഒരു സ്ത്രീ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ നോക്കി കാണുമ്പോൾ, അത് പരിസ്ഥിതിയാവാം, രാഷ്ട്രീയമാവാം, ജാതിയാവാം, മതമാവാം, സ്വാഭാവികമായും അതിനകത്ത് ഒരു പെൺകാഴ്ച ഉണ്ടാകുന്നു എന്നുള്ളതൊഴിച്ച് നമ്മൾ എഴുതുന്നതെല്ലാം പെൺകഥകളല്ല. നേരത്തെ സിത്താര സൂചിപ്പിച്ചതുപോലെ സ്ത്രീപക്ഷം എന്ന് പറയുന്നത് മനുഷ്യപക്ഷം തന്നെയാണ്. എന്തുകൊണ്ടാണ് ദളിത് കഥകൾ അല്ലെങ്കിൽ ബ്ലാക്ക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീപക്ഷ രചനകൾ എന്നൊക്കെ പറയുന്നത് ഉണ്ടാവാനുള്ള കാരണം പാർശ്വവൽക്കരണം തന്നെയാണ്. എന്നാണോ ഈ പാർശ്വവൽക്കരണം ഇല്ലാതാകുന്നത്, അന്ന് പക്ഷങ്ങളില്ലാത്ത കഥകൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആ സമയത്ത് നമ്മുടെ ഈ സെഷൻ്റെ പേര് പെണ്ണെഴുത്തിലെ തൻ്റെ ഇടം എന്നാവില്ല, മറിച്ച് എഴുത്തിലെ തൻ്റെ ഇടം എന്ന് മാറി വരും. ആ ഒരു കാലമാണ് ഞാനും സ്വപ്നം കാണുന്നത്. നമ്മുടെ കഥയെഴുത്തിൽ ഒരു പെൺചിട്ടയുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പെൺചിട്ടയെ, കഥയെഴുത്തിലെ ആ പെൺചിട്ടയെ അതിലംഘിച്ചു എന്നുള്ളതാണ് സിതാരയുടെ കഥകളെ വേറിട്ടതാക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന പെണ്ണെഴുതുന്ന കഥയെഴുത്തിൻ്റെ ചിട്ടകളെ അതിലംഘിച്ചു. അതൊരു ഞെട്ടലായി മാറി. അതുകൊണ്ട് അതിനെ പെൺകഥകൾ എന്ന് പ്രത്യേകമായി വിളിക്കാൻ പ്രേരിപ്പിച്ചു. മാത്രവുമല്ല, അതിന് ചില പശ്ചാത്തലം കൂടി ഉണ്ടാവും. അതിന് കാരണം ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ അത് ഇതിന് ഒരു ബലം നൽകിയിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് എന്താണ് സിതാരയ്ക്ക് പറയുവാനുള്ളത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ എഴുതി തുടങ്ങിയ ആ ഒരു സമയത്ത് എൻ്റെ കഥകളെപ്പറ്റി ചിലരൊക്കെ അങ്ങനെ പറയുകയുണ്ടായിട്ടുണ്ട്. അതുവരെയുള്ള ചട്ടക്കൂടുകളെ ലംഘിച്ചുകൊണ്ടാണ് സിതാര കഥ എഴുതുന്നത് എന്നുള്ള രീതിയിൽ. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ആ എഴുതി തുടങ്ങിയ ആ ഒരു സമയത്തൊന്നും എനിക്ക് അതുവരെയുള്ള കഥകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്, എഴുത്തുകാരെ ഇഷ്ടമാണ്. അതല്ലാതെ ഫെമിനിസത്തെക്കുറിച്ചോ അതിൻ്റെ നിരവധി വ്യാഖ്യാനങ്ങളെക്കുറിച്ചോ അത് ഏതൊക്കെ രീതിയിലാണ് ഓരോ ഇടങ്ങളിൽ വർക്ക് ചെയ്തത് എന്നതിനെ കുറിച്ചോ എനിക്ക് വലിയ കാര്യമായ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞതുപോലെയാണ് അന്ന് എഴുതിയത്. ഇന്ന കാര്യങ്ങൾ എഴുതണം എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ഞാൻ എഴുതിയിട്ടില്ല. എങ്കിലും ചില സമയങ്ങളിലൊക്കെ സ്ത്രീകൾ മുമ്പ് എഴുതാതിരുന്ന, അല്ലെങ്കിൽ ഞാൻ വായിച്ച് കാണാതിരുന്ന ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് അതെന്തുകൊണ്ട് എനിക്ക് എഴുതിക്കൂടാ എന്ന ചിന്തയിൽ ഞാൻ മനഃപൂർവ്വമായിട്ടുള്ള ചില ശ്രമങ്ങൾ ചില പ്രത്യേക വിഷയങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് അത് എൻ്റെ ഒരു ഫെമിനിസ്റ്റിക് അപ്രോച്ച് ആയിരുന്നിരിക്കാം എൻ്റെ കഥകളിൽ. അതങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആ ഒരു എഴുതി തുടങ്ങിയ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് എന്താണ് പറയാനുള്ളത്, ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ, ആദ്യം ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മറ്റുള്ളവർ പറയാത്തത്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, മറ്റുള്ളവർ പറയാത്തത് എന്തെങ്കിലും പറയണം. അതെനിക്കൊന്ന് ഓരോ എഴുത്തുകാരിക്കും ഓരോ എഴുത്തുകാരനുമുള്ള ആഗ്രഹമാണ്. മറ്റുള്ളവർ പറയാത്തത്, മറ്റുള്ളവർ ഇതുവരെ എഴുതാത്തത് വ്യത്യസ്തമായ രീതിയിൽ എഴുതണം എന്നുള്ളത് ഓരോ എഴുത്തുകാരൻ്റെയും എഴുത്തുകാരിയുടെ ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹം അന്നും എനിക്കുണ്ടായിരുന്നു, ഇന്നും എനിക്കുണ്ട്. അതിൽ എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. അതിൽ ഒരു പരിധിവരെ വിജയിച്ച കഥകൾ നമുക്ക് മനസ്സിന് സംതൃപ്തി തരുന്നവയാണ്, അത് സ്വീകരിക്കപ്പെടുന്നവയാണ്. അങ്ങനെ ഒട്ടും ആ ഒരു അപ്രോച്ചിൽ വിജയിക്കപ്പെടാത്ത കഥകളും നിരവധി ഉണ്ടാവാം.
ആ ഒരു വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ എഴുതിയ ആ ഒരു സമയത്ത് ഒരു ഫെമിനിസ്റ്റ് എന്ന രീതിയിൽ മനഃപൂർവ്വം ചിന്തിച്ചുകൊണ്ട് എഴുതിയിട്ടില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന ചില അടിച്ചമർത്തലുകൾ, അവരെ ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ അവരതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് വെച്ചിട്ട് അതൊരിക്കലും കൈപ്പുസ്തകങ്ങളല്ല, അത് കഥകളാണ്. കഥകൾ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കഥ എന്ന് പറയുന്നത് ഒരാൾ ജനിച്ചു ജീവിച്ചു മരിച്ചു എന്നുള്ളത് കഥയല്ല. അയാളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സമയത്ത് അയാൾക്ക് നേരിടേണ്ടി വരുന്ന എന്തെങ്കിലും ഒരു സംഭവം, അല്ലെങ്കിൽ അയാൾ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു ഇമോഷൻ, അത് അയാളിൽ ഉണ്ടാക്കിയ ആഘാതങ്ങൾ, പ്രത്യാഘാതങ്ങൾ, അയാളുടെ അതിനോടുള്ള റിയാക്ഷൻസ്, ഇതൊക്കെ ചേർന്നതാണ് കഥ എന്ന് പറയുന്നത്. അതിൽ വൈകാരികമായ തലങ്ങളുണ്ട്, മറ്റ് ബൗദ്ധികമായ തലങ്ങളുണ്ട്, മറ്റ് പല തലങ്ങളും ഉണ്ട്. അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു കഥ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ആരും ഇതിങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഇന്ന കാര്യം പറയണം, ഈ കഥ പറയുന്നത് പോലെയേ എല്ലാവരും ചെയ്യാവൂ എന്നുള്ള രീതിയിൽ ഒരു മുദ്രാവാക്യമായിട്ടല്ല ഒരിക്കലും ഒരു കഥ എഴുതുന്നത്. അഗ്നി എന്ന കഥ എഴുതിയപ്പോൾ അതിൽ ബലാത്സംഗം ചെയ്ത പുരുഷന്മാരോട്, കുറ്റബലാത്സംഗത്തിനിരയായ സ്ത്രീ ഏതൊക്കെ രീതിയിൽ പ്രതികരിച്ചു എന്ന് ഞാൻ എഴുതിയപ്പോൾ ചിലരെങ്കിലും അതിനെ വായിച്ചെടുത്തത് ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഞാൻ വെച്ചത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതങ്ങനെയല്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം, അതിനോട് അവൾ എങ്ങനെ പ്രതികരിച്ചു എന്നതാണ് ഞാനൊരു കഥയായിട്ട് എഴുതിയത്. അതായിരിക്കണം, അതൊരു മുദ്രാവാക്യമല്ല. അത് ഒരാളുടെ ജീവിതത്തിലെ ഒരു മൊമെന്റ് മാത്രമാണ്. ആ ഒരു പെൺകുട്ടി പ്രതികരിച്ചതുപോലെ ആയിരിക്കില്ല ഒരുപക്ഷെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടാവും, ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല ഇവിടെയുള്ള മറ്റൊരു സ്ത്രീ പ്രതികരിക്കുക. അത് തീർച്ചയായിട്ടും ആപേക്ഷികമായിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ കഥ എന്നുള്ളത് കുറച്ചും കൂടി വൈകാരികമായിട്ട് ബൗദ്ധികമായിട്ടും കാണാനുള്ള ഒരു സംഭവമായി കരുതിയിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും എഴുതിയിട്ടുള്ളത്. അതാവണം എൻ്റെ ഫെമിനിസ്റ്റിക് അപ്രോച്ചും. പ്രകോപിപ്പിക്കുക എന്ന് പറയാം, അതായിരുന്നു സിതാരയുടെ കഥകൾ ആദ്യം വായനക്കാരെ ഉണ്ടാക്കിയ ഒരു അനുഭവമായിട്ട് സിതാരയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എന്നാൽ ലതാലക്ഷ്മി അങ്ങനെ പ്രകോപിപ്പിക്കുകയല്ല, പ്രചോദിപ്പിക്കുന്ന തരത്തിൽ പുരാവൃത്തത്തെയും ചരിത്രത്തെയും ഒക്കെ സ്വീകരിച്ചും അങ്ങനെ പോകുന്ന ഒരു സമീപനമാണ് ലതാലക്ഷ്മിയുടേതായിട്ടുള്ളത്. അതുമാത്രമല്ല, ലതാലക്ഷ്മി ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിൽ കേന്ദ്രീകരിക്കുന്നത് നോവലിലാണ്. കുറച്ചുകൂടി വലിയ ഒരു ക്യാൻവാസ് തേടി പോവുകയാണ്. അപ്പോൾ അതെന്തായിരിക്കും അത്തരത്തിൽ ഒരു സമീപനം ലതാലക്ഷ്മിയിൽ നിന്ന് ഉണ്ടാവുന്നത് എന്ന്? ചെറുകഥ നമ്മളൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമമാണ് എന്ന വിചാരം തെറ്റാണ്. ചെറുകഥയിലൂടെ വലിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും. നോവൽ എന്ന് പറയുന്നത് കുറേ കൂടെ വിശാലമായ ക്യാൻവാസിൽ കഥയെയും കഥാപാത്രങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ദീർഘകാലം നമ്മളുടെ ഉള്ളിൽ കൊണ്ടു നടന്ന ഒരു പ്രമേയത്തെ ദീർഘമായി ആവിഷ്കരിക്കലാണ്. ചിലപ്പോൾ നമുക്ക് നോവൽ തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും ആ വിഷയത്തിന്. 4 വരി കവിത എഴുതുന്നത് പോലെ, 2 വരിയിൽ കവിത നിർത്തുന്നത് പോലെ അങ്ങനെയുമാവാം. നോവൽ ഇപ്പോൾ 2 നോവലുകളെ ഞാൻ എഴുതിയിട്ടുണ്ട്. തിരുമുകൾ ബീഗം എന്ന പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ നോവലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ നോവലും, കനൽഘട്ട് എന്ന പേരിലുള്ള വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ദക്ഷൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അവിടെ പ്രസംഗിക്കുകയും വിവാദമാകുകയും ചെയ്യുന്നു. അവിടെ അന്ന് ആണ്ടുകൾക്കപ്പുറം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തൊരു സ്ത്രീയെക്കുറിച്ചാണ് കനൽഘട്ട്. അതൊരു ചെറുകഥയിൽ പറയാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ വിശാലമായ ക്യാൻവാസിൽ വേണം അഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് തോന്നുന്ന കഥയെ, നീണ്ട കഥ, ലഘു നോവൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതിനപ്പുറത്തേക്ക് പോകുന്ന ചില ചിന്തകളെ വായനക്കാരുമായി ചർച്ച ചെയ്യണമെന്ന് തോന്നുമ്പോഴാണ്
കഥ നീണ്ടുപോകുന്നത്. ആ ആഖ്യാനമാണ് പിന്നീട് നോവലായി വരുന്നത്. അത് എഴുത്തുകാരനെ അമ്പരപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും എഴുത്ത് മുന്നേറുക. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയൊരു ക്യാൻവാസിൽ എഴുതേണ്ടതല്ല എന്ന് നമ്മളുടെ ഉപബോധം, സമൂഹത്തിൻ്റെ ഉപബോധമാണല്ലോ നമ്മളിലും പ്രവർത്തിക്കുന്നത്. കാരണം സമൂഹം നമുക്ക് തരുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളോ പ്രതികരണങ്ങളോ ആണ് പലപ്പോഴും എഴുത്ത്. അപ്പോൾ ചിലപ്പോൾ നോവലിലൂടെ തന്നെ നമുക്ക് ആ വിഷയം പറയേണ്ടി വരും. സത്യത്തിൽ സ്ത്രീക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അത് ആവിഷ്കരിക്കുമ്പോൾ അത്തരം കഥകളെയാണ് നമ്മൾ ഈ പെൺകഥകൾ എന്ന വിഭാഗത്തിലേക്ക് മാറ്റുന്നത്. പക്ഷേ ഷാഹിനയുടെ കഥകൾ അങ്ങനെയല്ല. ഒരു നാട്ടുവഴി ചന്തമുള്ള കഥകളാണ്. നാട്ടുവഴിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ കാണുന്ന കാഴ്ചകൾ പോലെ വളരെ ലളിതസുന്ദരമായിട്ടുള്ള, അതേസമയം ആഴത്തിൽ അനുഭവിപ്പിക്കുന്ന ചില കഥകളാണ് ഷാഹിന എഴുതുന്നത്. അപ്പോൾ ഞാൻ ഇനി നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നതുകൊണ്ട് ഷാഹിനയുടെ ഇതിനോടുള്ള ഒരു സമയം, അതായത് ഒരു ആഴത്തിൽ ചില അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ ബോധമുള്ള, അത് ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമല്ല, ഒരു മനുഷ്യപക്ഷ രാഷ്ട്രീയമുള്ള കഥകളാണ് ഷാഹിന എഴുതുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതിനോട് എങ്ങനെയാണ് ഷാഹിന പ്രതികരിക്കുന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ കഥകൾ എല്ലായ്പ്പോഴും വരുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്നാവണമെന്നില്ല. നമ്മുടെ ജീവിത പരിസരങ്ങൾ, കണ്ടുമുട്ടുന്ന മനുഷ്യർ, കേട്ട അനുഭവങ്ങൾ. ഈ സോഷ്യൽ സൈക്കോളജി പറയുന്ന ഒരു കാര്യം, ഏതോ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യം പോലും ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മനോഗതിയെ സ്വാധീനിക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോഴൊരു പുസ്തകം വായിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ മുൻപ് നടന്ന ഏതെങ്കിലും ഒരു സംഭവം കേൾക്കുമ്പോഴാവാം, എന്താണ് നമ്മുടെ മനസ്സിനെ വന്ന് സ്പർശിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കഥയ്ക്കുള്ള ക്യാൻവാസ് നിശ്ചയിക്കുന്നത് എന്താണ് നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ എന്ത് വിഷയമാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അതിനനുസരിച്ച് ഭാഷയും അതിനനുസരിച്ച് ക്യാൻവാസും വന്നു ചേരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം. പിന്നെ കഥയുടെ ഇതിവൃത്തങ്ങൾ, അത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ജീവിക്കുന്ന പരിസരം എത്ര വേണ്ടെന്ന് വെച്ചാലും അബോധപരമായിട്ട് അതെൻ്റെ എഴുത്തിനെ സ്വാധീനിക്കും. കാരണം ഒരു സമൂഹജീവി തന്നെയാണ്. അതിൽ നിന്ന് മാറി നിന്ന് കഥയ്ക്ക് ഇതിനപ്പുറം ഒരു സമൂഹത്തിനോടുള്ള പ്രതിഷേധമോ പ്രതികരണമോ ആണ് എഴുത്ത്, അത് മാത്രമാണ് എഴുത്തെന്ന് ഞാൻ പറയില്ല. അതിനൊരു വലിയ സൗന്ദര്യ തലം ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്ന സമൂഹം, ആ സമൂഹത്തിലുള്ള വേദനകൾ, മുറിവുകൾ, മറ്റനുഭവങ്ങൾ, സന്തോഷങ്ങൾ, തകർച്ചകൾ, ഇതെല്ലാം നമ്മുടെ എഴുത്തിലേക്ക് അബോധപരമായിട്ട് കടന്നു വരിക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. നേരത്തെ സിതാര സംസാരിച്ചപ്പോൾ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, മുദ്രാവാക്യം എന്നൊരു വാക്ക് ഉപയോഗിച്ചു. മുദ്രാവാക്യ കഥകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും അതിനോട് വളരെയധികം എതിർപ്പാണ്. കാരണം കഥ എന്നുള്ളൊരു മാധ്യമത്തിൻ്റെ എല്ലാ സൗന്ദര്യവും കളയുന്ന ഒന്നായിട്ടാണ് മുദ്രാവാക്യ കഥകൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു വയ്ക്കാനുള്ള ഒരു ഇടം അല്ല കഥ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കാലത്തിനെയും എൻ്റെ മനുഷ്യരെയും എന്നിലൂടെ ചിത്രീകരിക്കൽ കൂടിയാണ് ആ കഥ എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ഒരു വൈയക്തികമായിട്ടുള്ള അനുഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വൈയക്തികമായിട്ടുള്ള അനുഭവങ്ങൾ അതിനകത്ത് വരുന്നുണ്ടാവും. തീർച്ചയായിട്ടും എൻ്റെ സ്വത്വത്തെ ഞാൻ ആവിഷ്കരിക്കുന്നുണ്ടാവും, എൻ്റെ സാമൂഹ്യ നിലപാടുകൾ അതിനകത്ത് കടന്നു വരുന്നുണ്ടാവും. അതിനുപരിയായിട്ട് ഒരു കാലത്തെ നമുക്ക് മലയാള കഥയുടെ ചരിത്രമൊന്നും എനിക്ക് പറയാൻ അറിയില്ലെങ്കിലും എൻ്റെ വായനയുടെ ചരിത്രം പറയാനായിട്ട് എനിക്ക് പറ്റും. നമുക്ക് പഴയ കാലം മുതൽ നമ്മളിങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് ഓരോരോ കാലഘട്ടത്തിലും, അതിപ്പോൾ മാധവിക്കുട്ടി ആയാലും ലളിതാംബിക അന്തർജനമായാലും സരസ്വതി അമ്മ ആണെങ്കിലും ബഷീർ ആണെങ്കിലും, അവരൊക്കെയും അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ കൃത്യമായിട്ട് അവരുടെ ഭാഷയിലൂടെ, അവരുടെ ചിന്തകളിലൂടെ, അവരുടെ എഴുത്തുകളിലൂടെ കൃത്യമായിട്ട് ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഷാഹിന എന്ന എഴുത്തുകാരിയായിട്ടുള്ള എനിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചുമതല കൂടെ എഴുത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ ചുമതല അങ്ങ് നിർവഹിച്ചേക്കാം എന്ന രീതിയിലല്ല ഞാനത് ചെയ്യുന്നത്, മറിച്ച് ആ കാലഘട്ടം എന്നിലേക്ക് വരികയാണ്. പിന്നെ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും
പ്രത്യേകിച്ചും ഇത്തരം സെഷനുകൾ കഴിയുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ, ഇപ്പം ശാരീരികമായ സ്വാതന്ത്ര്യം എത്രത്തോളം സ്ത്രീകൾക്കുണ്ട്, അല്ലെങ്കിൽ വീട് എന്ന് പറയുന്ന തോടിനകത്ത് നിന്ന് ഒരു പുരുഷന് രക്ഷപ്പെടാൻ പറ്റുന്നിടത്തോളം എത്രത്തോളം സ്ത്രീക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ന്യൂനപക്ഷമായിട്ടുള്ള കുറേ ആൾക്കാരുടെ ഉദാഹരണങ്ങൾ സാധാരണഗതിയിൽ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇന്നാൾ ബഹിരാകാശത്ത് പോയില്ലേ, ഇന്നാൾ സോളോ യാത്രകൾ നടത്തുന്നില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ എന്ന് പറയും. നോക്കൂ, അതെല്ലാം ന്യൂനപക്ഷങ്ങളാണ്. ഭൂരിപക്ഷം സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത് പഴയതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ലളിതാംബിക അന്തർജനത്തിൻ്റെ ഇത് ആശാസ്യമാണോ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. രണ്ട് മനുഷ്യർ, ഒരു ഭാര്യയും ഭർത്താവും, അയാൾ ഭാര്യയെ സാഹിത്യ പരിപാടികൾക്കും മറ്റും കൂടെ കൂട്ടുന്നുണ്ട്. അത് വലിയൊരു ഔദാര്യമാണല്ലോ ആ കാലത്ത്, പ്രത്യേകിച്ചും അതെ. അങ്ങനെ സാഹിത്യ പരിപാടികൾക്കും മറ്റും ഭാര്യയെ കൂടെ കൂട്ടുന്നുണ്ട്. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞ് ഉറങ്ങി എണീക്കുമ്പോൾ ഭർത്താവിന് കറക്റ്റ് സമയത്ത് ചായ കിട്ടുന്നില്ല. അന്നേരം അയാൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്, കുറച്ചൊക്കെ സ്വാതന്ത്ര്യം തന്നു എന്ന് വിചാരിച്ച് അത്രയ്ക്കൊന്നും ഏറണ്ട, കുതിരയ്ക്ക് കൊമ്പും കൂടെ മുളച്ചാൽ എന്താവും കഥ എന്ന് പറയാറുണ്ട്. അത് അന്ന് ആ കാലഘട്ടത്തിൽ അവർ എഴുതി വെച്ചതാണ്. ഇന്ന് പലപ്പോഴും എൻ്റെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകൾ അവർ പോലും ബോധപൂർവമല്ലാതെ പറയാറുണ്ട്, എനിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം തരാറുണ്ട്, കിട്ടാറുണ്ട്. ഇന്ത്യൻ ഭരണഘടന നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ ഒരു സബ് കോൺട്രാക്റ്റ് ആർക്കാണ് കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ പുരുഷന്മാർ പറയാറുണ്ട്, ഞാൻ അവൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കാറുണ്ടെന്ന് പറയാറുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത് കൊടുക്കുന്നത്? അത് അവർക്കുള്ളതാണ്. അപ്പോൾ ഈ സബ് കോൺട്രാക്റ്റ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. വളരെ ന്യൂനപക്ഷത്തിൻ്റെ ജീവിതം ഒഴിച്ചു കഴിഞ്ഞാൽ ATM കാർഡുകൾ എത്ര സ്ത്രീകൾ, ജോലി ചെയ്യുന്ന സ്ത്രീകൾ പോലും അവരുടെ ATM കാർഡുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേര് ആണത് സ്വതന്ത്രമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് എല്ലാ മേഖലയിലും നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ശരീരം എന്ന് പറയുന്നതിൻ്റെ അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15-10 മിനിറ്റിനുള്ളിൽ ഓരോ സ്ത്രീകൾ ഏതെങ്കിലും രീതിയിൽ അവഹേളിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര പേർക്ക് വളരെ തുറന്ന രീതിയിൽ, വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഫ്രീഡത്തോടു കൂടി രാത്രിയിൽ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് അവരെ മറന്നുകൊണ്ട് നടന്നു പോകാൻ പറ്റുന്നുണ്ട്? ഇതൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലത്ത് കഥയുടെ രൂപവും കൃത്യമായിട്ട് മാറും. പക്ഷെ പെൺകഥകളെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ത്രീകൾ എഴുതുന്ന കഥകളെക്കുറിച്ച്, ഞാൻ പെൺകഥ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, സ്ത്രീകൾ എഴുതുന്ന കഥകളുടെ വിഷയങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പാൻ ഇന്ത്യൻ രചനകൾ എത്ര ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഒരിക്കലും ചർച്ച ഉണ്ടാവാറില്ല. ഒരു പുരുഷൻ എഴുതുന്ന പാൻ ഇന്ത്യൻ കൃതി വളരെയധികം ആഘോഷിക്കപ്പെടുമ്പോൾ ഒരു സ്ത്രീ എഴുതുന്ന പാൻ ഇന്ത്യൻ കൃതി എന്തുകൊണ്ടാണ് ഇത്രയധികം ആഘോഷിക്കപ്പെടാത്തത്? അല്ലെങ്കിൽ സ്ത്രീകളുടെ കഥകളിലെ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് ആഘോഷിക്കപ്പെടാത്തത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്തതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടും സാഹിത്യലോകത്തുമുള്ള ഒരു ആൺചതുരം അതിനെ ഒതുക്കുകയാണ് എന്ന് പറയുന്നതിനകത്ത് ഖേദമുണ്ട്. പക്ഷേ അത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ഇക്കാര്യത്തിൽ ഈ സെഷൻ അവസാനിക്കുന്നതിന് മുൻപ് എൻ്റെ കൂടെ ഇരിക്കുന്ന 2 പേരുടെ അഭിപ്രായം കൂടെ, എനിക്ക് വേണ്ടിയല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി കൂടി കേൾക്കാനായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുള്ളൊരു അവസരം കൂടെ മോഡറേറ്റർ തരുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഒരു അല്പം പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിനോട് ഏറ്റവും പ്രകോപിതരാകുന്നവർക്ക് ഉത്തരം പറയാവുന്നതാണ്. അപ്പോൾ മാധവിക്കുട്ടി കഥ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ മാധവിക്കുട്ടിയുടെ കഥയെ വായിച്ച് പഠിച്ച് ഞങ്ങൾ എഴുതുന്നത് പെൺകഥയാണ്, പെണ്ണിൻ്റെ സ്ത്രീപക്ഷ കഥകളാണെന്ന് പറഞ്ഞ അഭിമാനം കൊണ്ട സ്ത്രീപക്ഷ എഴുത്തുകാരിൽ നിന്ന് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഞങ്ങളുടേത് മനുഷ്യപക്ഷ കഥകളാണ് എന്നാണ്. വലിയൊരു മാറ്റമാണ്. അതായത് കഥ സ്ത്രീകളുടെ വിഷയമാണ്, ഞങ്ങൾ ഇപ്പോൾ തിരുത്തുവാണ്. അപ്പോൾ ഇതെല്ലാ കാലത്തും ഇത്തരത്തിൽ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സംസാരിച്ച 3 പേരും പറയുന്നത് ഞങ്ങൾ എഴുതുന്നത് പെൺകഥകളല്ല എന്നാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ വായിച്ച് പഠിച്ച് വളർത്തിക്കൊണ്ട് വന്ന ഒരവസ്ഥയെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയോ ഇല്ല തള്ളിക്കളയുകയോ ചെയ്യുകയാണ് ഇതുവരെ ഉള്ളത്. അപ്പോൾ ഈ തള്ളിക്കളയൽ എന്നോട് എന്താണ് പറയാനുള്ളത്? സ്ത്രീകൾ എന്താ മനുഷ്യരല്ലേ?
അതൊരു ഇതാണ് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പുരുഷന്മാര് സ്ത്രീപക്ഷം പുരുഷപക്ഷം എന്ന് പറയണ്ട, കഥ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അന്നേരം സ്ത്രീപക്ഷ കഥ വേണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അല്ല, സ്ത്രീപക്ഷ കഥ വേണം എന്ന അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊന്നും കൊണ്ടല്ല സ്ത്രീ എഴുത്തുകാർ മുന്നോട്ട് വന്നത്. സ്ത്രീകൾ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ കടന്നു പോന്നിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് തീർച്ചയായിട്ടും എഴുതുമ്പോൾ നമ്മുടെ രചനകളിലേക്ക് സ്വാഭാവികമായും കടന്നു വരുന്നതാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, അതിനെ ആ ഒരു അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ അതിനെ എങ്ങനെ നേരിട്ടു എന്നുള്ള ഒരു സംഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യം കൂടി അത്തരം കഥകൾക്ക് ഉണ്ടായിരുന്നു. നേരത്തെ മുദ്രാവാക്യ കഥകളെ പറ്റി ഇവിടെ ഷാഹിന പറഞ്ഞു. അവയ്ക്കും അവയുടേതായ ദൗത്യങ്ങൾ ഉണ്ടായിട്ട് അതൊക്കെ കാലാനുസരണമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സാറ ടീച്ചറുടെ ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും എന്നുള്ള കഥ, അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കഥയാണ്. അത് ഏകദേശം ഒരു മുദ്രാവാക്യ കഥയായിരുന്നു. പക്ഷേ അത് ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അത്തരം കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ആ ഒരു കഥ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അന്ന് അനുഭവിച്ച ആ ഒരു രോമാഞ്ചമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ എഴുത്ത് രീതി അല്ലെങ്കിൽ സ്ത്രീകൾ വിലമതിക്കപ്പെടുന്ന രീതി ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് എഴുതിയ സാറ ടീച്ചറിൻ്റെ ആ ഒരു കഥ വലിയ ഒരു മാറ്റത്തിന് തന്നെ വഴിയൊരുക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള രചനകൾ തീർച്ചയായിട്ടും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇനിയും ഉണ്ടാവുക തന്നെ ചെയ്യും. സ്ത്രീപക്ഷം എന്നുള്ളത് ഇവിടെ പറഞ്ഞു, സ്ത്രീപക്ഷം സ്ത്രീയും എന്നുള്ളതും മനുഷ്യൻ തന്നെയാണ്. അപ്പം സ്ത്രീപക്ഷം എന്ന് എടുത്ത് പറയുന്നത് സ്ത്രീകളുടേതായിട്ടുള്ള അനുഭവങ്ങൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകൾ, അതിനെപ്പറ്റി കൂടുതൽ പറയുക എന്നുള്ളത് ഒരു പക്ഷേ എഴുത്തുകാരുടെ കൂടി, അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു ദൗത്യം കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു. അത് തീർച്ചയായിട്ടും ഒരു വളരെ ഇതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് ഇവിടെ ഷാഹിന പറഞ്ഞതുപോലെ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ കടന്നുപോയിട്ടുള്ള അനുഭവങ്ങൾ, നമ്മൾ കടന്നുപോയിട്ടുള്ള ആത്മസംഘർഷങ്ങൾ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അത് പുരുഷന്മാർക്കും ഉണ്ടാവാം. അത് സ്വാഭാവികമായിട്ടും കഥകളിൽ കൂടെ കടന്നു വരുന്നതാണ്. മോഡറേറ്ററുടെ സമ്മതപ്രകാരം അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ മാധവക്കുട്ടി സാർ ചോദിച്ചതുപോലെ, മാധവക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരി എല്ലാവർക്കും നിങ്ങൾക്ക് അടുപ്പമുള്ള പോലെ തന്നെ എനിക്കും ഏറെ അടുപ്പമുണ്ടായിരുന്നു. സ്ത്രീയുടെ ശരീരത്തിലേക്കും സ്ത്രീയുടെ സൂക്ഷ്മതയിലേക്കും അവരുടെ ജീവിതത്തിലേക്കും സ്വകാര്യ ജീവിതത്തിലേക്കും ഊളിയിട്ടിറങ്ങാതെ സ്ത്രീ എഴുതുന്ന കഥകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം ഉണ്ടാകേണ്ടി തന്നെ ഇരിക്കുന്നു. യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പെണ്ണെഴുത്ത്, എനിക്ക് തോന്നുന്നു മഹാകവി സച്ചിദാനന്ദനാണ് പാപത്തറയിൽ ആദ്യമായി സാറാ ജോസഫിൻ്റെ അവതാരികയിൽ എഴുതുന്നത് പെണ്ണെഴുത്ത് എന്ന പദം. മുമ്പ് അങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഒരു എഴുത്തുകാരൻ, ഒരു കവി അത് എഴുതി കഴിഞ്ഞ് കാലം പിന്നിട്ടു. 2025 നമ്മൾ നിൽക്കുന്നത്. സ്ത്രീകൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. പക്ഷേ ഇതല്ല വളർച്ച. ഇപ്പം നമുക്കുണ്ടായ വളർച്ച എന്ന് പറയുന്നത് പാൻ്റ് ഇടുകയും ഷർട്ട് ഇടുകയും ഒക്കെ ചെയ്യുന്ന വളർച്ചയാണ്, മുടി മുറിക്കുന്ന വളർച്ചയാണ്. ബാഹ്യമായ പുരോഗതി അല്ല സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ടത്. സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടത് ആന്തരികമായ വളർച്ചയാണ്. ആ തോട് പൊട്ടിച്ച് സ്ത്രീ എന്ന് പുറത്തു വരുന്നോ അന്ന് മാത്രമേ സ്ത്രീ ശക്തി രൂപിണിയായി മാറുന്നുള്ളൂ. നമ്മൾ പറയുന്നല്ലോ, നമ്മൾ ഒരുപാട് 10 കൈയോടുകൂടിയൊക്കെ ദേവിയെ വരച്ചു വയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതായത് മൾട്ടി ടാസ്ക് എന്നാണ്. സ്ത്രീകൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും, പുരുഷന് അത് സാധിക്കില്ല. ഒരു സ്ത്രീ മരിച്ചു പോയാൽ ആ കുടുംബം മരിച്ചു. ആ സാഹചര്യത്തെ മാറ്റി നിർത്തേണ്ടതുണ്ട്. സ്ത്രീയുടെ എഴുത്തെന്ന് പറയുന്നത് അങ്ങനെ കേവലം വൈകാരികമായി കീഴ്പ്പെട്ടു പോകുന്ന തരത്തിലുള്ള, അയ്യോ വായിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെ ഇരിക്കണം. നമ്മൾ എഴുതുമ്പോൾ സ്ത്രീ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ആ ദുഃഖപുത്രി എന്നുള്ള കോൺസെപ്റ്റേ മാറി. എഴുത്തിന് വളരെ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്ത്രീയെ കൂടുതൽ വായിക്കുമ്പോൾ സ്ത്രീ ആയതുകൊണ്ട് മാറ്റി നിർത്തുന്നത് ഷാഹിന പറഞ്ഞ വളരെ ശരിയാണ്. അതായത് മലയാള സാഹിത്യത്തിൽ എന്നല്ല, കലാരംഗത്ത് വന്നാൽ സ്ത്രീ എന്ന് പറയുന്നത് എല്ലാ കാലത്തും കൗതുകപൂർവമായി മാത്രം കാണുന്ന ഷോക്കേസ് പീസ് എന്ന് നമ്മൾ പറയുന്ന അതുപോലെ തന്നെയാണ് ഇന്നും. അതിനും മാറ്റം വരേണ്ടതുണ്ട്. പൊടിക്ക് മാറ്റം വന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്. എഴുത്ത് എന്ന് പറയുന്നത് വളരെ ശക്തമായി സ്ത്രീകളിൽ നിന്ന് വരേണ്ടതായി തീർന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണത്. ഒരു പക്ഷേ ഇനി വരുന്ന തലമുറ വളരെ ശക്തമായ രീതിയിൽ
വളരെ കൃത്യമായ രീതിയിൽ സമൂഹത്തിലെ ഈ പുരുഷ മേൽക്കോയ്മയെ, ആധിപത്യത്തെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ പക്ഷങ്ങളുണ്ടാവുന്നത് ചില അവകാശങ്ങൾ, തുല്യമായ അവകാശം എന്നുള്ള ആ ഒരവസ്ഥ ഇല്ലാതിരിക്കുമ്പോഴാണ് ഓരോ പക്ഷവും അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരുന്നത്. ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പെണ്ണെടുത്തെന്ന് പറയേണ്ടി വരാത്ത ഒരു കാലം, അല്ലെങ്കിൽ ദളിത് സാഹിത്യം എന്ന് പറയേണ്ടി വരാത്തൊരു കാലം, തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടി വരാത്തൊരു കാലം, അതായത് ഒരു മനുഷ്യപക്ഷത്തിൻ്റെ കാലം രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലും സാഹിത്യത്തിലും എല്ലായിടത്തും ഉണ്ടാവണം എന്നൊരു ആഗ്രഹമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചർച്ചയുടെ പേരും എഴുത്തിലെ തൻ്റെ ഇടമാവട്ടെ. കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരുപാട് വിഷയങ്ങൾ, മറ്റൊരുപാട് പ്രശ്നങ്ങൾ, ഒരുമിച്ച് നിന്ന് നേരിടേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രേഖപ്പെടുത്തപ്പെടാത്ത, രേഖകളിലില്ലാത്ത മനുഷ്യരുടെ ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല, മനുഷ്യൻ എന്ന പക്ഷം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു രൂപത്തിലായിരിക്കണം നമ്മുടെ ചിന്ത. ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ചിന്ത വരുമ്പോഴാണ് ഈ പറയുന്ന പക്ഷങ്ങളില്ലാതാവുക. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൻ്റെ തുടർച്ച പോലെ ഒരു കാര്യം കൂടെ പറയട്ടെ. ആന്തരികമായ മാറ്റത്തിലൂടെ മാത്രമേ സ്ത്രീകളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാവൂ. സമൂഹത്തിൻ്റെ ആന്തരികമായിട്ടുള്ള ചിന്തകൾ മാറണം. ഇപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇല, മുള്ള് എന്നുള്ള ഫിലോസഫിയൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് ഇല വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണല്ലോ, മുള്ള് വളരെ ഷാർപ്പായിട്ടുള്ളതാണ്. അപ്പോൾ മുള്ള് ഇലയിൽ വീണാൽ ഇലക്കാണ് പ്രശ്നം. ഇപ്പോൾ സമീപകാലത്ത് സിനിമയിലും അതുപോലെ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഇഷ്യൂസ്, ഞാനത് എന്തൊക്കെയാണെന്ന് പറയുന്നില്ല, അതിലൊക്കെ ഈ സ്ത്രീകൾ എന്തുമാത്രം അവഹേളിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു എന്നുള്ളത് നോക്കിയാൽ കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരം മനസ്സിലാവും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറയുണ്ടായി, സുഹൃത്തിന് 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവന് അതിനകത്ത് പേടിയുണ്ട്. കാരണം 2 ആൺകുട്ടികളായിരുന്നെങ്കിൽ ചീത്തപ്പേരുണ്ടായിക്കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കൊണ്ട് അങ്ങ് ഇല്ലാതാവും. പെൺകുട്ടികളുണ്ടാകുന്ന ചീത്തപ്പേര് കാലാകാലങ്ങളോളം നിലനിൽക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ മാനഹാനിയും മാനഭംഗവും ചീത്തപ്പേരും ഇതെല്ലാം ഈ പുതിയ കാലത്തും 2025 ആർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള എന്നുള്ളത്. ഇതൊരു ചിന്തയാണ്, ഉള്ളിൽ നിന്ന് വരുന്നൊരു ചിന്തയാണ്. ഈ ചിന്ത മാറുമ്പോഴാണ് നമ്മളും നമ്മുടെ സമൂഹവും മാറുന്നത്. അത് കൂട്ടായ ഒരു ശ്രമമാണ്, മനഃപൂർവ്വം ശ്രമിക്കേണ്ട ഒന്നുകൂടിയാണ്. താങ്ക് യു. കേൾവിക്കാരിൽ നിന്നുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ഇവരാരോട് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമാണ്. നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. പെണ്ണുങ്ങളുടെ ചായപ്പീടിയ എന്ന് പറഞ്ഞിട്ട് പുതിയ കഥ വായിച്ചിരുന്നു. അപ്പം അതിൽ ഇങ്ങനെ കഥകളിൽ പൊതുവെ അങ്ങനെയല്ലേ, സ്ത്രീകളിൽ നേരിടുന്ന വെല്ലുവിളികൾ സമൂഹത്തിൽ, അതാണ് കഥകളിലൊക്കെ പൊതുവെ ഞാൻ ചേച്ചിയുടെ കഥകളിൽ വായിച്ചിട്ടുള്ളതൊക്കെ ആ തരത്തിലാണ്. അപ്പം എന്താണ് ഇങ്ങനെ വെല്ലുവിളി എന്നുള്ള ഒരു വിഷയം, അത് സ്വന്തം ജീവിതത്തിൽ അങ്ങനെ ഇത്തരം വെല്ലുവിളി നേരിടുന്നതുകൊണ്ടാണോ കഥകളിലൊക്കെ അങ്ങനെ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ് പറയാനുള്ളത്. കാരണം ഞാൻ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിനകത്ത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വരുന്നുണ്ടാവും. പെണ്ണുങ്ങളുടെ ചായപ്പീടിയ ഒരു പ്രത്യേക കഥയായിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. റിട്ടയർ ചെയ്യുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു ചാരുകസേരയുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്, യാത്രകളുണ്ട്, പ്ലാനുകളുണ്ട്. ഞാൻ കണ്ടെടുത്തോളം എൻ്റെ കൂടെയുള്ള റിട്ടയർ ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ പിന്നീട് ഒരു കിൻഡർ ഗാർട്ടനാണ്, പേരക്കുട്ടികളെ നോക്കാനുള്ള കിൻഡർ ഗാർട്ടനാണ്. എന്തായാലും വെറുതെ ഇരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജോലികൾ, ആശുപത്രികളിലെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാനായിട്ട്, ഇങ്ങനെ പല പല കാര്യങ്ങൾ, അവർക്ക് ചുമതലകൾ കൊണ്ട് പലരും റിട്ടയർ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന പല സ്ത്രീകളുണ്ട്. വളരെ സുഖപ്രദമായ ജീവിതം പലർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ റിട്ടയർമെൻറ്റ് കാലത്തുകൂടി, അതായത് ജീവിതത്തിൽ ചെയ്യാനുള്ള എല്ലാ കടമകളും എല്ലാ ചടങ്ങുകളും നിർവഹിച്ച് റിട്ടയർമെൻറ്റിൻ്റെ ഒരു കാലത്തിരിക്കുമ്പോൾ പോലും ഈ സ്ത്രീകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഒരു കഥാപാത്രം, എനിക്ക് വ്യക്തിപരമായ പരിചയമുള്ള ഒരു കഥാപാത്രം ഒരു മുസ്ലിം സ്ത്രീയാണ്. അവർ നോമ്പെടുക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന മലപ്പുറത്തുള്ള അവരുടെ വീട്ടിൽ വന്ന് നോമ്പ് തുറയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച് പോകേണ്ട അവസ്ഥ. അതായത് ഇവർ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ചപ്പാത്തി അല്ലെങ്കിൽ പത്തിരിയൊക്കെ പരത്തി വെച്ചിട്ട് അവർ തിരിച്ചു പോവാണ്. ഇത് എടുത്തുനിന്ന് ചുടാൻ ഈ വീട്ടിലിരിക്കുന്ന ആൾക്ക് പറ്റുന്നില്ല. ഒരു ചപ്പാത്തി ചുടാൻ എത്ര സമയം വേണം, എത്ര എഫേർട്ട് വേണം നമുക്കറിയാം. അപ്പം അവരിവിടുന്ന് തിരിച്ചു വന്ന് ഇത് ചുട്ട് വീണ്ടും പോവുകയാണ്. അതായത് ഡെയിലി കാസർഗോഡ് നിന്ന് മലപ്പുറത്തേക്ക് ഒരാൾ യാത്ര ചെയ്യാണ്. ആലോചിച്ച് നോക്കുക, എന്താണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്.
ഇതേപോലെ മറ്റൊരു കഥാപാത്രം റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് പറഞ്ഞൊരു ഡയലോഗിൽ നിന്നാണ് ഞാൻ ആ കഥ എഴുതാൻ തീരുമാനിച്ചത്. അതായത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പോൾ അവർ ഒരു പ്രഖ്യാപനം നടത്തി, യൂറോപ്യൻ യാത്രയ്ക്കുള്ള ഒരു സംവിധാനം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഇനി മുഴുവൻ യാത്രകളാണ്, എനിക്ക് ചെയ്യാനുള്ള എല്ലാ കടമകളും ചെയ്തു കഴിഞ്ഞു, എന്നെ ഇനി ഒന്നിനും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 തരത്തിലുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവരെ പ്രതിദാനം ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു കഥ എഴുതിയത്. പിന്നെ ഈ ചോദ്യത്തിന് മൊത്തത്തിലുള്ള ഉത്തരം എന്ന് പറയുന്നത്, അത് ഒരു അബോധ തലത്തിലുള്ള നമ്മളെങ്ങനെ അത് ആവിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോധ തലത്തിലുള്ള ഒരു പ്രതിഷേധമായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ അബോധ തലത്തിൽ നമ്മൾ സ്വയം നമ്മളെ കൂടെ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ഒരു സാമൂഹിക മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കുക എന്ന് പറയാം. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും, ഭാവനയിലൂടെ നിലവിലുള്ള കാലത്തെ നമുക്ക് അതിജീവിക്കാനുള്ളൊരു ശക്തി ഉണ്ടാകുമെന്ന് പറയും. കഥകൾ പലപ്പോഴും കഥകൾ ഭാവനകളാണല്ലോ. ഭാവനയിലൂടെ പല കാലഘട്ടത്തെയും മനുഷ്യർ അതിജീവിച്ചിട്ടുണ്ട്. ഷെഹ്റസേദ്, അറബിക്കഥയിലെ ഷെഹ്റസേദ് അവരുടെ വർത്തമാനകാലത്തെ അതിജീവിച്ചത് കഥയിലൂടെയാണ്. അതേ കാര്യം കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. അങ്ങനെ ഒരു കാര്യം കൂടി ഒരു പക്ഷേ എൻ്റെ കഥയിലും ഉണ്ടായിരിക്കാം. പെട്ടെന്ന് ചോദിക്കുക. ഞാൻ ഇവരെ 3 ആളിനെയും കഥ വായിച്ചിട്ടില്ല. അതുകൊണ്ട് ജനറലായിട്ട് സ്ത്രീപക്ഷം എന്ന് പറയുന്ന ഉടലും, അത് മാധവിക്കുട്ടി പറഞ്ഞിട്ടുള്ള ഉടലും ശരീരവും മനസ്സും വേറെയാണ്. അത് ഉടലിനെ ഫ്രീ ആക്കി ഇടുക എന്നാണ്. നമ്മുടെ രാജ്യത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്, നിങ്ങളതിന് മറുപടി പറയുമെന്ന് എനിക്കറിയില്ല. ആ സുപ്രീം കോടതി വിധി ഇതാണ്: ശബരിമലയിൽ സ്ത്രീകൾ കയറുക. ആ വിധി നടപ്പാക്കാത്തൊരു സർക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതിന് നമ്മുടെ എഴുത്തുകാരും സർഗാത്മകതയിൽ വിശ്വസിക്കുന്നവരും ഇത്ര സ്ത്രീപക്ഷം പറയുന്ന ആളുകളും എത്രമാത്രം അതിന് അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇല്ലാതെ ലക്ഷ്മിയാണ് അതിന് കുറേ കൂടി ആധികാരികമായിട്ട് പറഞ്ഞതെന്ന് തോന്നുന്നു, ആ സ്ത്രീപക്ഷത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട്. അതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഞാൻ ഇവരെ കഥ വായിക്കാത്ത കാരണം കൊണ്ട് ഐ ഡോണ്ട് ആസ്കിങ് ദാറ്റ് ബിക്കോസ് അപ്പോൾ ഇത് സുപ്രീം കോടതി വിധിയാണ്. 25-ാം അനുച്ഛേദം അനുസരിച്ച് ഏത് മനുഷ്യനും ക്ഷേത്രങ്ങളിലേക്കും ആചാരങ്ങൾക്കും പോകാം. പക്ഷെ ഇവിടെ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത്. സമയം ആ ശരി, നിർത്തി. ഞാൻ ജലരേഖകൾക്ക് മേലെ ഒരു ഇന്ത്യൻ പ്രളയകഥ 2018 എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിരുന്നു. അതിൽ പ്രളയം വെള്ളം താഴുമ്പോൾ ശബരിമല ഇഷ്യൂ ആവുന്നതാണ്. അതിനെപ്പറ്റി പറയുന്നുണ്ട്, ചെറിയ പരാമർശമാണ്. എനിക്ക് തോന്നുന്നത് എറണാകുളം പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി അജിത് സാറാണെന്ന് തോന്നുന്നു. എൻ്റെ കഥകളുടെ ചർച്ച നടന്ന സമയത്ത് മഹാത്മാ ഗ്രന്ഥശാലയിലും എറണാകുളം പബ്ലിക് ലൈബ്രറിയിലും അത് ചർച്ച ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അജിത എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ശബരിമല സ്ത്രീയെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. ഞങ്ങൾക്ക് മല കയറാനൊന്നും അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഈ മല കയറലൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല. കയറരുതെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. സ്ത്രീകൾക്കത് മുഖ്യ വിഷയമല്ല. സ്ത്രീകൾക്ക് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകൾക്ക് ഇനിയും അതിജീവിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കോടതി നമ്മുടെ സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്, അടുത്ത സെഷനിലേക്ക് പോകേണ്ടതുമായിട്ടുണ്ട്. ഈ സെഷൻ സ്പോൺസർഡ് ബൈ ജോയ് ആലുക്കാസ്. പെൺകഥയിലെ തൻ്റെടം. അത് പെൺകഥയിലെ തൻ്റെടമല്ല, കഥയിലെ തൻ്റെടമാണ് എന്ന് പൂർത്തീകരിക്കുകയാണ് ഈ ചർച്ച. ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ മനോരമ ഹോർത്തൂസിന്റെ സ്നേഹാദരങ്ങൾ അതിഥികൾക്ക് നൽകുവാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ശ്രീ അമൽ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ജോയ് ആലുക്കാസ്.